ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മൂന്നാറിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്പോട്ടുകളിലൊക്കെ നമ്മൾ കയറി എല്ലാം കണ്ടിട്ടാണ് വന്നത്. നമ്മൾ രാവിലെ പോയ വഴിക്ക് തന്നെ ഒരു 8 മണി 9 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പേര് പൊറോട്ടയും പിന്നെ മുട്ടക്കറിയൊക്കെയാണ്. ഞാനാണെങ്കിൽ ദോശയും അതുപോലെ നമ്മുടെ കടലക്കറിയൊക്കെ കഴിച്ചു. അങ്ങനെ പലരും പലതൊക്കെയാണ്. പിന്നെ ഇടിയപ്പമൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ പലരും പലതാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് ആ ഒരു കടലക്കറി നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. പിന്നെ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ലേഹാനെ ഞാൻ വണ്ടിയിലോട്ടങ്ങ് എടുത്ത്. കാരണം അവനാണെന്നുണ്ടെങ്കിൽ പിന്നെ അടങ്ങി അവിടെ ഇരുന്നോളും. ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവൻ അബ്ബായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അബ്ബായുടെ കൂടെ പോകണം. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഹൈസൂട്ടിനെയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേരെയും കൊണ്ടുവന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഹൈസൂട്ടിനെ അമ്മായി കാണുമെന്ന് കരഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് അടുത്ത വണ്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരം ആയപ്പോൾ തന്നെ എരുമേലി എത്തിയപ്പോഴത്തേന് ഈ ശബരിമലയിലേക്ക് പോകുന്നവരെയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ എരുമേലി പള്ളി, ആ പള്ളിയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളി കാണുന്നത്. അങ്ങനെ എരുമേലി പള്ളിയൊക്കെ കണ്ട് നമ്മൾ അതുവഴിയാണ് പോയത്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്തൊരു സ്പോട്ട് അതുവഴി പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തി. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളീ കാണുന്നത് ട്വിങ്കിൾ ട്വിൻസ് ആൻഡ് മോം എന്ന് പറയുന്ന യൂട്യൂബറിനെയാണ് കേട്ടോ. അപ്പം ആളവിടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ ഒരു വെള്ളം ഇങ്ങനെ പോകുന്നില്ല, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ പാലമുണ്ട്. പാലത്തിൽ കൂടെ കുറേ വണ്ടിയും പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് വ്യൂസ്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ അത്ര ഒരു രസം തോന്നത്തില്ലല്ലോ. പിന്നെ നമ്മളത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ട്രാവൽ ചെയ്ത് കുറേ കഴിഞ്ഞപ്പം നമുക്ക് തേയിലയും അതുപോലെ സ്വീറ്റ്സൊക്കെ ഉള്ളൊരു ഷോപ്പ് കണ്ടു. പലതരം തേയിലയുണ്ടല്ലോ, മസാല, അത് ഇത് അങ്ങനെ കുറേ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ പോയ സ്പോട്ട് എല്ലാം അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടായിരുന്നു. പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഓരോ സ്പോട്ടിൽ നിർത്തി പോയതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ നല്ല ലേറ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അടിപൊളി ഒരു സ്പോട്ടാണ്. അങ്ങനെ അവിടെയും നമ്മൾ നിർത്തി. അവിടെ നിർത്തി ആ താഴോട്ട് നോക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അത് കുറേ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പോയപ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെയും നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള ക്ലൈമറ്റ് വന്നത്. നമ്മൾ ഈ പാഞ്ചാലിമേടില്ലേ, അവിടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അവിടെ ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ആ ഒരു ക്ലൈമറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അവിടെ നിന്ന് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചിറങ്ങി. കാരണം നമ്മുടെ കയ്യിൽ കുടയും എടുത്തിട്ടില്ലായിരുന്നു, അതുപോലെ തന്നെ റെയിൻകോട്ടും ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ റെയിൻകോട്ട് അവിടെ വാങ്ങാൻ അവൈലബിളും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങ് വന്നു, അവിടെ കയറിയില്ല. തിരിച്ച് വന്ന വഴിക്കാണ് നമ്മൾ ഈ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് കണ്ടത്. അപ്പം ഇത് ഞാൻ 2-3 വട്ടം കണ്ടിട്ടുണ്ട്. കാരണം ഒരു വട്ടം ഇവിടെ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പോയപ്പോഴാണ്. പിന്നെ ഞങ്ങളല്ലാതെ കോളേജിൽ നിന്ന് ടൂർ പോയ സമയത്തും ഇതേപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല, എല്ലാവരും ചമ്മിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ കുറച്ചിങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ അങ്ങോട്ട് ഇട്ടപ്പോഴാണ് കുറേ കുരങ്ങന്മാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് അത് കണ്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ആദ്യം ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. പിന്നെ നോക്കിയാൽ വലിയ അടുത്ത ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡോറ് തുറന്ന സമയത്ത് കയ്യിലോട്ടെല്ലാം വെള്ളം വീണു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അല്ലാതാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതേ ഇങ്ങനെ 2-3 പേര് അവിടെ ഇരിക്കുന്നു, അതിൻ്റെ മണ്ടയ്ക്കായിട്ട് ഇരിക്കുന്നു. പിന്നെ നമ്മുടെ കറണ്ടിൻ്റെ കമ്പിയിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ പേരൊക്കെ ചാടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സ്പോട്ടിൽ വണ്ടിയൊക്കെ പോകുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രദർ നോക്കിയപ്പം ഈ ഒരു ചിപ്സും അതുപോലെ തന്നെ ഈ കുമ്പളപ്പമൊക്കെ ഇല്ല, അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. കുമ്പളപ്പമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു. അതിൽ പഴമൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള കുമ്പളപ്പമൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ അടുത്തൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം കുറേ നമ്മുടെ ഈ തേയിലത്തോട്ടമാണല്ലോ. അപ്പോൾ അതാണല്ലോ പിന്നെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു പിന്നീട് വന്നത്. അതുവരെ നല്ല മഞ്ഞും മഴയും. നമ്മൾ ഏത് സ്പോട്ടിൽ ഇറങ്ങുന്നോ അവിടെ നമ്മൾ കാല് കുത്തുമ്പോൾ മഴ പെയ്യും. അതുവരെ കുഴപ്പമില്ലാത്തായിരിക്കും, അപ്പോൾ മഴ പെയ്യും. അങ്ങനെയാണ് അതുവരെ നടന്നുകൊണ്ടിരുന്നൊരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്നാലും നമുക്ക് മഞ്ഞും മഴയും കാണാൻ പറ്റുന്നതിനൊരു ഭംഗിയാണല്ലോ, അതൊക്കെ കാണാനാണല്ലോ പോകുന്നത്. അതുകൊണ്ട് സങ്കടമൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും അവിടെ മഴ പെയ്യുന്നത്. അങ്ങനെ പിന്നെ അതിലും അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല കാറ്റുണ്ടായിരുന്നു. എൻ്റെ മുടിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ അലമ്പായി, ഫുള്ളിങ്ങനെ പറന്നങ്ങ് പോകുമായിരുന്നു, കാറ്റത്ത് നിൽക്കുന്നേ ഇല്ല. അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്തടുത്ത് ഒരു പള്ളിയുടെ അടുത്ത് നിർത്തി എല്ലാവർക്കും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, കാലൊക്കെ നല്ല പെരുത്തിരിക്കുകയായിരുന്നു. അത്രയും നേരം നമ്മൾ ട്രാവൽ ചെയ്തതല്ലേ. അപ്പോൾ ആ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ കോലം കണ്ടു, ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായി. ലാസ്റ്റ് ട്രാവൽ ചെയ്ത്
മടുത്ത് നമ്മൾ. പിന്നെയും നമ്മൾ ലേഹാനെ ഇങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലേഹാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നോളും. അവന് പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് മടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അപ്പോൾ ലേയൂട്ടൻ്റെ കൂടെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലേയൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ കുറേ നേരം എൻ്റെ മടിയിൽ കയറിയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തെ വണ്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ പണിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കിന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ബിരിയാണി ഓർഡർ ചെയ്ത്, കുറേ പേര് നോർമൽ ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പം ബിരിയാണിയുടെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മുടെ കല്യാണ ബിരിയാണിയുടെയൊക്കെ ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ ചോറൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ എല്ലാവരും ചോറും ബിരിയാണിയും ഒക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിനി നേരെ പോകുന്നത് കുറവൻകുറത്തി മലയില്ല അങ്ങോട്ടേക്കാണ്. അപ്പം ഇവിടെയും ഞാൻ കുറച്ച് നാൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അവിടുന്ന് കുറച്ചൊക്കെ ഡെവലപ്മെൻറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ലേയൂട്ടൻ എന്നിട്ട് അബ്ബയുടെ തോളെ കയറി ഇരിപ്പുണ്ട്. അങ്ങനെ അവിടെ ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇത് ആന കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ. അങ്ങനെ ലേയൂട്ടൻ എന്നെ ചിരിച്ചൊക്കെ കാണിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങോട്ടുള്ള എൻട്രി ഉണ്ടല്ലോ, അവിടെ നമ്മൾ പാസ് എടുത്തിട്ടാണ് കയറുന്നത്. അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് ഒന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. പക്ഷേ അവിടെ കാട് പോലെ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു പേടിയാണ്, വല്ല പാമ്പും എല്ലാം കാണുമോയെന്ന്. ഇങ്ങനെ കാട് പോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോഴേ എനിക്ക് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. പക്ഷേ പേടി മൊത്തം ഈ പാമ്പിനെയാണ്. അതുപോലെ ഈ ടീ പ്ലാന്റേഷൻ ആ ഒരു സ്പോട്ടൊക്കെ പോകുമ്പോൾ ഫോട്ടോസ് എടുക്കാൻ അടിപൊളിയാണെങ്കിലും അട്ട കടിക്കും എന്നുള്ള പേടി കാരണമാണ് ഞാൻ മാക്സിമം കയറാത്തതൊക്കെ. പക്ഷേ ഈ ട്രിപ്പിൻ്റെ അവസാനം എന്തായാലും ഒരു അട്ടയുടെ കടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് അത് കാലിലിരുന്നു. എനിക്കത് പേടിയാണ് കേട്ടോ അട്ടയെ. അങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടത് ആ ഒരു കാറ്റാടിമരമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര കാറ്റാണ്, നമുക്ക് നിൽക്കാൻ പറ്റില്ല, അതുപോലെ കാറ്റാണ്. അപ്പോൾ ഇതാണ് കുറവൻകുറത്തി മല. അപ്പം ഇതാണ് അവരുടെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ. അപ്പം അത്രയാണ് സംഭവം. അവിടെ ഇതാണ് മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ ആ പോയപ്പോൾ ഉള്ള ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെല്ലാം അവിടെ നിൽക്കുക, ഞാനൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന രീതിക്കുള്ള കാറ്റായിരുന്നു. പിന്നെ എവിടേക്കോ പിടിച്ചൊക്കെ നിന്നു. പക്ഷേ ഈ ഒരു സ്പോട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാണ്. ഇത് ഇപ്പം കണ്ട ആ ഒരു ചെയറൊക്കെ ഇല്ലേ, അതൊക്കെ ഫോട്ടോസ് എടുക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോഴാണ് ഇതേപോണക്ക് ഒരു സംഭവം പണിഞ്ഞ് വെച്ചേക്കുന്നത് കണ്ടത്. അപ്പോൾ അതിനകത്തോട്ട് കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അങ്ങോട്ട് കയറിപ്പോയി ഫോട്ടോസ് എടുക്കാൻ നോക്കി. കാരണം അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണെന്നെല്ലാം പറയുന്നത് കേട്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഹൈസൂട്ടനും കുഞ്ഞിയും അമ്മായിയും എല്ലാവരും പിന്നെ അക്കായി അണ്ണനും എല്ലാവരും അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം കയറിയവരൊക്കെ കുറേ പേര് ഇറങ്ങി വന്നു. പിന്നെ നമ്മളെല്ലാം അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് താഴേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിൽ വിൻഡോസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായ അതിൻ്റെ ഒരു പണിഞ്ഞൊക്കെ വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോഴും നല്ല ഭംഗിയാണ് കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ മുകളിൽ കയറിപ്പോയിട്ട് താഴെ നിൽക്കുന്നവരുടെ ഫോട്ടോസ് നമ്മളും എടുത്തു, താഴെ നിൽക്കുന്നവർ നമ്മുടെ ഫോട്ടോസ് എടുത്തു. അങ്ങനെയായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു എന്തോ ജഡായുവിൻ്റെ ഷേപ്പാണെന്ന് തോന്നുന്നു ഇത് പണി വെച്ചിട്ടുള്ളത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ജഡായു ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് കുറച്ചിങ്ങനെ ഇളകിയിരിക്കുന്ന പോലെ കാറ്റ്, നല്ല കാറ്റാണല്ലോ, അപ്പോൾ ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ് ഇതെങ്ങനെ പൊട്ടി തലയിൽ വീണ തീർന്ന്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പം ഈ ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, അതിങ്ങനെ നമ്മളെല്ലാം മാറ്റൊക്കെ വിരിച്ചിട്ടേക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത്. അത് പണ്ട് വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ആമപ്പാറ എന്ന് പറഞ്ഞ പാറയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. മെയിനായിട്ട് ആ കാറ്റ് കൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനോ അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്കും കാറ്റാണ്, അതാണ് മെയിൻ വിഷയം. പിന്നെ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത സമയത്ത് അവിടെ നിന്ന് ആ ഒരു ബ്ലൂ ഷർട്ട് ഇട്ട ചേട്ടൻ പറയുന്നത്, ഞാൻ കുമ്മനടിച്ചെന്ന് പറയരുത്, ഞാനത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്താണ് എല്ലാവരും പറഞ്ഞത് ഇവിടെ ഇങ്ങനൊരു കുളം ഉണ്ടെന്ന്, ഒരു കുഞ്ഞൊരു കുളം. അവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഈ ആമ്പലൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നത്. അവിടുത്തെ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല മഴ പെയ്ത് നമ്മൾ ഫുൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈവനിങ് ആയ ടൈമിൽ മിസ്റ്റ് വാലി എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് വന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഷോപ്പ് അന്നാണ് ഇനാഗുറേഷൻ കഴിഞ്ഞത്. അപ്പോൾ അത് നമ്മളവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ നമ്മൾ മസാല ചായ, ഇങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് ചായകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് മസാല ചായ, അങ്ങനെ ജിഞ്ചർ ടീ, അങ്ങനെ ഓരോന്നൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മളവിടെ ഇരുന്ന സമയത്താണ് ഇവരെ രണ്ടുപേരും നമ്മൾ പരിചയപ്പെടുന്നത്. ഇവരാണ് എൻ്റെ ഓണർ. അപ്പം ഇതിൽ ബാക്കിൽ നിൽക്കുന്ന ചേട്ടനാണ് ഈ ഒരു കാണുന്നതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ ചെയ്തേക്കുന്ന വർക്കെല്ലാം പുള്ളിക്കാരൻ്റെയാണ്. ഞാനിതൊക്കെ കണ്ട് നമുക്ക് ഒറിജിനലാണെന്ന് തോന്നത്തുള്ളൂ, ആ ഗ്രേപ്സൊക്കെ. അതേപോലെ തന്നെ അത് ഈ ചെയ്തിരിക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ ഒറിജിനലാണെന്നല്ലേ തോന്നത്തുള്ളൂ, ആ ഒരു ഫീൽ തന്നെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം പുള്ളിയുടെ വർക്കാണ്. അപ്പം മിസ്റ്റ് വാലി എന്നാണ് ഷോപ്പിൻ്റെ പേര്. അങ്ങനെ നമ്മൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് ലാസ്റ്റ് ഇറങ്ങി. അവിടെ നിന്നപ്പോഴും നമ്മൾ ചായ കുടിക്കാൻ കയറിയതിൻ്റെ മെയിൻ ഉദ്ദേശം, നല്ല തണുപ്പാണ്, തണുപ്പൊക്കെ വന്നു തുടങ്ങി.
അപ്പം അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് അവിടെ പോയത്. അങ്ങനെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടാണ് ലാസ്റ്റ് റിസോർട്ടിലേക്ക് എത്തിയത്. കാരണം റിസോർട്ടിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് രാത്രി ആയതുകൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അത്രയും വിഷയമില്ല. ഒന്നാമത്തെ കാര്യം ഫുൾ വളവാണല്ലോ, വളഞ്ഞാണ് നമ്മൾ വണ്ടി ഓടിച്ച് വരേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇരുട്ടും മഞ്ഞും എല്ലാം കൂടെ ആയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഫ്രണ്ടിൽ വരുന്ന വണ്ടിയും കാണാൻ പറ്റത്തില്ല, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രക്കിങ് തന്നെയായിരുന്നു അത്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ വഴിയൊക്കെ കണ്ടുപിടിച്ച് അറ്റ് ലാസ്റ്റ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിസോർട്ടിലേക്ക് എത്തിയപ്പോഴാണ് പിന്നെയും തണുപ്പ് കാരണം നമുക്ക് പറ്റുന്നേ ഇല്ല. പക്ഷേ റിസോർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ റിസോർട്ടിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും.